എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം, അതായത് വലിയ ജീരകമാണ്. പെരുംജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 4 മീഡിയം സൈസിലുള്ള സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെങ്കിലും ചേർക്കാം, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ. പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. പിന്നെ 1/4 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് മൈദയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഇത് ഇത്രയും ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികുവശമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഓരോ ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അതുപോലെ പൊടിഞ്ഞു പോകാതെ കിട്ടും. പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ കുറച്ച് നേരം ആവി കയറ്റിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു 6 ബ്രെഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 വശത്തും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി പരത്തി എടുത്തിട്ടുള്ള വേറൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലും കൂടി മൈദയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുക്കാം. ബ്രെഡിൻ്റെ 2 സൈഡിലും ഞാൻ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെയ്യിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നെയ്യില്ലെങ്കിൽ മാത്രം ഓയിലെടുത്താൽ മതി. നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ തിരിച്ച് മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് പോരാൻ തോന്നുകയാണെങ്കിൽ ഇടയിൽ ഇതുപോലെ കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 4 മണിക്ക് ചായക്കൊപ്പം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാനും
നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്